ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 26-ാം വചനഭാഗത്തെയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ശമരിയക്കാരത്തിയായ ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ടതായ ജീവിത സാഹചര്യങ്ങളിലൂടെ, നിരാശജനകമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആ സ്ത്രീയുടെ അടുത്തേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുന്നതും, അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു തന്നെ ആ സ്ത്രീക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മശിഹ. കർത്താവിൽ പ്രിയരെ, ഇന്നും നമ്മൾ ആയിരിക്കുന്ന നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇതേ മശിഹ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയും കാത്തിരിക്കുകയാണ്. അവൻ്റെ സ്വരമൊന്ന് കേൾക്കുവാൻ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളോട് ഇടപെടണമേ എന്ന് ആത്മാർത്ഥ ഹൃദയത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മൾ വിശ്വസിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു എന്ന മശിഹ എൻ്റെയും രക്ഷകനാണ് എന്നുള്ള ആ ബോധ്യം, ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ സ്ഥിരപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും നമ്മളെ സഹായിക്കുവാനും നമ്മളെ രക്ഷിക്കുവാനും കർത്താവായ യേശു ക്രിസ്തു ഇന്നും നമ്മോടൊപ്പമുണ്ട്. ഈ വചനം കൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.